ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഈസി ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നതും മിക്സും കോട്ടയം സ്റ്റൈൽ മീൻ കറി ഉണ്ടാക്കുന്നതും. അപ്പം മസാലക്കൂട്ട് എന്ന കമ്പനിയുടെ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആട്ടോ. അവരുടെ ഒരു ഈസി ചിക്കൻ കറി, ഈസി മിക്സ് ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഉള്ളി അരിയണ്ട, ഇഞ്ചി അരിയണ്ട, വെളുത്തുള്ളി അരിയണ്ട, പൊടികളൊന്നും മൂപ്പിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു 20 മിനിറ്റ് ചിക്കനിൽ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോഴോ കുക്കിംഗ് അറിയാത്ത സ്റ്റുഡൻസിനൊക്കെ ഈസിയാണ് കേട്ടോ. കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം നമ്മുടെ നാടൻ സ്റ്റൈല്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് മസാലക്കൂട്ടിൻ്റെ ഈസി മിക്സാണ് കേട്ടോ, ഇൻസ്റ്റൻറ്റ് മിക്സ് കുക്ക്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ, പെട്ടെന്ന് പറയാവേ. അപ്പോൾ ഈ പാക്കറ്റിനകത്ത് 2 പാക്കറ്റാട്ടോ ഉള്ളത്. ഒന്നിനകത്ത് ഡ്രൈഡ് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിലയൊക്കെ ആട്ടോ, പിന്നെ ഒന്നിനകത്ത് മസാലപ്പൊടി. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് ഇത് 75 ഗ്രാമാണ് കേട്ടോ, ഈ പൊടിയും മിക്സ് എല്ലാം കൂടെ ഉള്ളത്. 1 കിലോ ചിക്കനുള്ള മിക്സാണിത്. അപ്പോൾ ഇത് പൊടിയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടൊമാറ്റോയും ചേർക്കാം. പിന്നെ ഗ്രേവി ആവശ്യമുള്ളവർക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്രഷ് ക്രീമോ ചേർത്തിട്ട്, കുക്കിംഗ് ക്രീം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ ഗ്രേവി കിട്ടും. അപ്പം അല്ലെങ്കിൽ സാധാരണ ഗ്രേവി അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവിടുത്തെ വെളിച്ചെണ്ണ എല്ലാം കട്ടയായിട്ടിരിക്കുക തണുപ്പ് കാരണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഇതേ അവരുടെ മസാലക്കൂട്ടിൻ്റെ മിക്സ് അത് ഇതിനകത്തേക്ക് ഞാൻ ഇടുക കേട്ടോ. പിന്നെ ഇത് കണ്ടോ, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഡ്രൈ ആയിട്ട് ഇട്ടിരിക്കും അതിനകത്ത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. പിന്നെ അത് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒരു വിരുന്നുകാർ വന്നാലോ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്യാനൊക്കെ ഈസി അല്ലേ. ഈ ഒരു സാധനം മേടിച്ച് വെക്കുകയാണ് അടുത്ത് വരുന്ന ദിവസം ചെയ്യാം. അല്ലാത്തപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. ശരിക്കും നല്ല നാടൻ ചിക്കൻ കറിയുടെ മണമാട്ടോ വരുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ 20 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വേകുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കുക കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇതൊന്ന് അടച്ചു വെക്കാം ഒരു 20 മിനിറ്റ്. അപ്പം നമ്മളിത് കവർ ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടോ. മസാല മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ചിട്ട് തീ കത്തിക്കാം കേട്ടോ. നീ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുവേ. അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആയി. ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചു, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അടച്ചു വെച്ചു കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. തിളയ്ക്കുന്നത് വരെ നല്ല തീ കത്തിക്കുക. അത് കഴിഞ്ഞിട്ട് സിമ്മിലിടുക. അപ്പം അതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും ചേർത്തില്ല. 1 ഗ്ലാസ് വെള്ളവും ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. പിന്നെ ഒരു തക്കാളി.
കണ്ടോ, ശരിക്കും നമ്മൾ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ചിക്കൻ കറിയുടെ മണം. കണ്ടോ, ഇതിനിയും ഗ്രേവി വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാലോ കുക്കിംഗ് ക്രീമോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, എനിക്ക് ഇത്രയും ഗ്രേവി മതി. അപ്പോൾ അതേ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. നല്ല ചിക്കൻ കറി, നാടൻ, പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.